ഹലോ കുട്ടികളെ, 6ാം ക്ലാസ്സിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് വരകളും കോണുകളും എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ലൈനിൽ വേറൊരു ലൈൻ വന്ന് വീഴുമ്പോൾ ഒരു വരയെ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടുമ്പോൾ അവിടെ രണ്ട് കോണുകൾ ഉണ്ടാകുന്നു, രണ്ട് ആംഗിൾസ് ഫോം ചെയ്യുന്നു അല്ലേ? ഒരു ചെറിയ കോണും ഒരു വലിയ കോണും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഈ രണ്ട് കോണുകളും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇതിപ്പോൾ ഒരു 70 ഡിഗ്രിയും ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 110 ഡിഗ്രി. കാരണം ഇത് രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 180 കിട്ടുന്നത് അല്ലേ? ഇനി ഞാൻ ഈ വരയെ, ഇങ്ങനെ വരച്ചിരിക്കുന്ന വരയെ താഴോട്ടൊന്ന് നീട്ടി വരയ്ക്കുകയാണ്. അപ്പോൾ കണ്ടോ, എത്ര രണ്ട് കോണുകളും കൂടി നമുക്ക് കിട്ടിയില്ലേ? രണ്ട് ആംഗിളും കൂടി കിട്ടിയില്ലേ? ഈ രണ്ട് ആംഗിൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ പഠിച്ചില്ലേ, ഒരു ലൈനിൽ മറ്റൊരു ലൈൻ വന്ന് വീഴുമ്പോൾ രണ്ട് കോണുണ്ടാവും അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ നോക്കുമ്പോൾ നോക്കൂ, ഈ ഒരു ലൈൻ ഇവിടെ വീഴുമ്പോൾ രണ്ട് കോണുകൾ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ ഇവിടുത്തെ 110 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180 നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? 110 മൈനസ് ചെയ്ത് നോക്കിയാൽ പോരെ? എത്രയെന്ന് കിട്ടും? 70. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 70 കിട്ടും. ഇനി ഇവിടെ നോക്കൂ, ഈ ഒരു ലൈനിൽ വരുന്ന ലൈനല്ലേ ഇത്? അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് കിടക്കുന്ന കോണുകളല്ലേ? അപ്പോൾ ഈ കോൺ കിട്ടാൻ 180 നിന്ന് എത്ര മൈനസ് ചെയ്യുക? 70 മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര വരും? 110. മനസ്സിലായോ? കണ്ടോ? അപ്പോൾ നമുക്ക് 4 കോണും കണ്ടുപിടിക്കാൻ പറ്റി. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാവും. എന്താണ്? ഈ 70ഉം ഇത് രണ്ടും എന്താണ്? 70ഉം ഇത് രണ്ടും എന്താണ്? 110 ആണ് അല്ലേ? അതായത് ഈ രണ്ട് കോണുകളുടെയും പ്രത്യേകത എന്താണ്? ഇത് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണുകളാണ് അല്ലേ? എതിർക്കോണുകളാണ് അല്ലേ? ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ്. അതുപോലെ ഈ 70ഉം ഈ 70ഉം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? എതിർക്കോണുകളല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു വരയെ വേറൊരു വര മുറിച്ച് കടക്കുമ്പോൾ എത്ര കോണുകൾ ഫോം ചെയ്യുന്നു? 4 ആംഗിൾസ് ഫോം ചെയ്യുന്നു. ഈ 4 ആംഗിൾസും എങ്ങനെയാണ്? 4 ആംഗിൾസിൽ രണ്ട് ജോഡി കോണുകൾ എങ്ങനെയുള്ള കോണുകളായിരിക്കും? എതിർക്കോണുകൾ, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് നമ്മൾ പറയും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് അവ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? അടുത്തടുത്ത് കിടക്കുന്ന കോണുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ? 110 ആണെങ്കിൽ ഇപ്പുറത്ത് എത്ര ആയിരിക്കും? 70. 180 നിന്ന് കുറയ്ക്കുക. ഇനി ഇതേയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതേ കോണളവ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 134 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. The picture below shows various pairs of intersecting lines. One of the 4 angles thus made is given in each picture. Calculate the other 3 angles and mark them in each picture. രണ്ട് വരകൾ മുറിച്ച് കടക്കുന്ന ചില ചിത്രങ്ങളാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ടാകുന്ന 4 കോണുകളിൽ ഒരെണ്ണത്തിൻ്റെ അളവ് ചിത്രത്തിലുണ്ട്. മറ്റ് 3 കോണുകൾ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തുക. ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? The picture below shows various pairs of intersecting lines. ചിത്രത്തിൽ രണ്ട് വരകൾ മുറിച്ച് കടക്കുമ്പോഴുള്ള കോണുകളാണ് കാണിച്ചിരിക്കുന്നത്. വൺ ഓഫ് ദ 4 ആംഗിൾസ് ദസ് മെയ്ഡ് ഈസ് ഗിവൺ ഇൻ ഈച്ച് പിക്ചർ. അങ്ങനെ ഉണ്ടായ ഓരോ കോണുകൾ വീതം ഓരോ ചിത്രത്തിലും കാണിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ അതർ 3 ആംഗിൾസ് ആൻഡ് മാർക്ക് ദം ഇൻ ദ പിക്ചർ. ബാക്കിയുള്ള 3 കോണുകളും കൂടി കണ്ടുപിടിച്ച് ഈ ചിത്രത്തിൽ നമുക്ക് അടയാളപ്പെടുത്തുവാനാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 45 ഡിഗ്രിയാണ്. രണ്ട് ലൈനുകൾ മുറിച്ച് കടക്കുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ 4 കോണുകൾ ഉണ്ടാകുന്നു. അതിൽ ഒരു കോൺ 45. അപ്പോൾ ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇതിന് മുകളിൽ എത്രയായിരിക്കും? 180 നിന്ന് 45 മൈനസ് ചെയ്ത് നോക്കാം അല്ലേ? 180 മൈനസ് 45. അപ്പോൾ ബോറോ ചെയ്യുമ്പോൾ 10, ഇത് 7 അല്ലേ? 5 5 10, 3 4 7, 135. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 135 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവിടെ 135 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? എതിർക്കോണം എത്ര തന്നെയായിരിക്കും? 135. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയായിരിക്കും? 45. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ പോകാം. ഇവിടെ 120 ആണ്. 120 ഇങ്ങനെ നോക്കൂ, ഇവിടെ 120 അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഈ ഒരു ലൈനിൽ വീണ ആംഗിളാണ് 120. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഇവിടെ എത്രയായിരിക്കും? 180 നിന്ന് 120 മൈനസ് ചെയ്യുക. 120 അപ്പോൾ എത്രയാണ്? 60. ഇവിടെ എത്ര വരും? 60 എന്ന് വരും. അപ്പോൾ ഈ 60-ന് ഓപ്പോസിറ്റ് എതിരായിട്ട് എന്ത് തന്നെ എഴുതാം? നമുക്ക് 60 എഴുതാം. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ താഴെ എത്ര തന്നെയായിരിക്കും? 120. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ കോണം തന്നിട്ടില്ല, ഒരു മാർക്കിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അർത്ഥം എന്താണ്? 90 ഡിഗ്രി. ഇത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180 നിന്ന് 180 നിന്ന് 90 മൈനസ് ചെയ്താൽ എത്ര തന്നെയാണ്? 90 അല്ലേ? ഇവിടെ എത്ര വരും? 90 ഡിഗ്രി. ഇവിടെ 90 ആണെങ്കിൽ ഇത് എത്രയാണ്? 90. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും എന്താണ്? 90 ഡിഗ്രി. മനസ്സിലായോ? ഇനി നമുക്ക് പേജ് നമ്പർ 136 ചോദ്യങ്ങൾ നോക്കാം.
First question, in the four angles made by two intersecting lines, the sum of two angles is 100 degree. Calculate all the four angles. രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ 2 കോണുകളുടെ തുക 100 ഡിഗ്രിയാണ്. 4 കോണുകളും കണക്കാക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരുന്നത്? ഇൻ ദ ഫോർ ആംഗിൾസ് മെയ്ഡ് ബൈ ടു ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ദ സം ഓഫ് ടു ആംഗിൾസ് ഈസ് 100 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ ദ ഫോർ ആംഗിൾസ്. രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ 2 കോണുകളുടെ തുക 100 ഡിഗ്രിയാണ്. ആ 4 കോണുകളും കണക്കാക്കുക. അപ്പോൾ ഇവിടെ ചിത്രമൊന്നും ഫിഗറൊന്നും തന്നിട്ടില്ല, നമുക്ക് വരയ്ക്കാം. രണ്ട് വരകൾ മുറിച്ചു കിടക്കുന്നു അല്ലേ? രണ്ട് വരകൾ മുറിച്ചു കിടക്കുന്നു, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്ര കോണുകൾ ഉണ്ടാകുന്നു? 4 കോണുകൾ, 4 ആംഗിൾസ് ഫോം ചെയ്യുന്നു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതോ രണ്ട് കോണുകളുടെ സം എത്രയാണ്? 100 ആണ്, 100 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയുള്ള 2 കോണുകളുടെ തുക 100 ആക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ചു അല്ലേ? അടുത്തടുത്ത് കിടക്കുന്ന 2 കോണുകളുടെ ഒരു വരയിൽ വീഴുന്ന ഒരു വരയിൽ മറ്റൊരു വര വന്ന് ചേരുമ്പോഴുള്ള 2 കോണുകളുടെ തുക 100 ആകത്തില്ല, 180 ആകൂ അല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കിയാലും ആകത്തില്ല. അപ്പോൾ എങ്ങനെ വരണം? നമ്മൾ എന്താ പഠിച്ചത്? ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർകോണുകൾ എന്താണ്? തുല്യമാണ് അല്ലേ? അപ്പോൾ തുല്യമായിട്ടും വരണം, 100 കിട്ടുകയും വേണം അല്ലേ? അപ്പോൾ തുല്യമാവുകയും വേണം, 100 കിട്ടുകയും വേണം. അങ്ങനെയുള്ള രണ്ട് നമ്പറുകൾ ഏതൊക്കെയാണ്? സംഖ്യകൾ ഏതൊക്കെയാണ്? 50ഉം 50ഉം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 50 കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെയായിരിക്കും? 50 തന്നെയായിരിക്കും അല്ലേ? ഇനി ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. 180ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 50 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 130, 130 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ 130. ഇവിടെ എത്രയായിരിക്കും? അപ്പോൾ 130. Second question, in the four angles made by two intersecting lines, one angle is half of another. Calculate all the four angles. രണ്ട് വരകൾ മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിൻ്റെ പകുതിയാണ്. 4 കോണുകളും കണക്കാക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ഫോർ ആംഗിൾസ് മെയ്ഡ് ബൈ ടു intersecting ലൈൻസ്, one angle is half of another. Calculate all the other angles. രണ്ട് വരകൾ മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിൻ്റെ പകുതിയാണ്. 4 കോണുകളും കണക്കാക്കുക. അപ്പോൾ ഇതിലും ചിത്രമില്ല, നമുക്ക് ഒന്ന് വരയ്ക്കാം. അപ്പോൾ രണ്ട് വരകൾ മുറിച്ച് കടന്നു അല്ലെ? 2 വരകൾ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ 4 കോണുണ്ടായി. ഈ 4 കോണിൽ 2 കോണുകളുടെ പ്രത്യേകത അവർ തന്നിട്ടുണ്ട്. ഒരു കോണിൻ്റെ പകുതിയാണ് മറ്റേ കോൺ അല്ലേ? ഒരു ആംഗിളിൻ്റെ ഹാഫാണ് മറ്റേത്. അങ്ങനെയാണെങ്കിൽ 4 കോണുകളും കാണാനാണ്. അപ്പോൾ അങ്ങനെ 2 കോണുകൾ ഹാഫ് ആവുകയും സം 180 ആകുകയും ചെയ്യുന്ന 2 നമ്പറുകളേ ഉള്ളൂ, 120ഉം 60ഉം. ഇവിടെ 120ൻ്റെ പകുതിയാണെന്ത്? 60 അല്ലേ? 120ൻ്റെ പകുതിയാണ് 60. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്തും കിട്ടും? 180ഉം കിട്ടും. അപ്പോൾ ഒരു കോൺ 120 എടുക്കുക, അടുത്ത കോൺ അപ്പോൾ എത്രയായിരിക്കും? 60. കൂട്ടുമ്പോൾ 100. Third question, the two pictures below show lines passing through a point. The measures of some of the angles are given in each. Calculate the other marked angles in each. ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരകളുടെ ചില ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോന്നിലും ചില കോണുകളുടെ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അടയാളപ്പെടുത്തിയിരിക്കുന്ന മറ്റു കോണുകൾ കണക്കാക്കി എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരുന്നത്? The two pictures below shows the line passing through a point. The measures of some of the angles are given in each. Calculate the other marked angles in each. അതായത് ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരകളുടെ ചില ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോന്നിലും ചില കോണുകളുടെ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അടയാളപ്പെടുത്തിയിരിക്കുന്ന മറ്റു കോണുകൾ കണക്കാക്കി എഴുതുക. അപ്പോൾ ഒരു കോൺ തന്നിരിക്കുന്നു അല്ലേ? ഒരു കോൺ തന്നിരിക്കുന്നു, ബാക്കി കോണുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ചില വരകൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 കോണുണ്ടായി. ഈ 5 കോണുകളും കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ നോക്കാം. ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 90 ഡിഗ്രിയാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ 90 ഇങ്ങനെ സ്ക്വയർ മാർക്ക് ചെയ്താൽ എത്രയാണ്? 90 ഡിഗ്രി. അത് നമുക്കിവിടെ എഴുതാം. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90, 40, ഇവിടെ ഒരു ആംഗിളും കൂടിയുണ്ട്. നമുക്കറിയാം ഒരു ലൈനിൽ എത്ര ആംഗിൾ വീണാലും അതിൻ്റെ സം അത്രയാണ് 180. അപ്പോൾ ഇവിടെയുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 90യും 40യും കൂടി ആഡ് ചെയ്തിട്ട് 180ൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 90ഉം 40ഉം കൂടെ നമുക്ക് കൂട്ടി നോക്കാം. 130 അല്ലേ? ആ 130നെ 180ൽ നിന്ന് മൈനസ് ചെയ്യുക. എത്രയാ? 50. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 50. ഇവിടെ 50 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി. ഇവിടെ 40 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 40. ഇവിടെ 90 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എത്ര തന്നെയായിരിക്കും? 90 ഡിഗ്രി. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കൂ. ഇവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് എന്തെഴുതാം? 60 ഡിഗ്രി എന്ന് എഴുതാം. ഇവിടെ 50ന് ഓപ്പോസിറ്റ് ഇവിടെ എന്തെഴുതാം?
50 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ 2 ആംഗിൾ കിട്ടി. മുകളിൽ എത്രയാണ്? 2 ആംഗിൾ കിട്ടി. ഇനി ഒരു ആംഗിളും കൂടെ മതി. ഇത് രണ്ടും കൂടെ കൂട്ടിയതിന് ശേഷം നമുക്ക് 180 നിന്ന് മൈനസ് ചെയ്യാം. 50 + 60 എത്രയാണ്? 110. 180 നിന്ന് 110 മൈനസ് ചെയ്യുമ്പോൾ 70 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 70 ഡിഗ്രി. അപ്പോൾ ഈ 70ന് ഓപ്പോസിറ്റ് ഇവിടെയും എത്രയാണ്? 70 ഡിഗ്രി. കണ്ടോ? എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടി.